ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, വിശുദ്ധ ബപ്തിസ്മ എന്ന സക്രമന്ത് സ്ഥാപിച്ചതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അവിടുത്തെ മരണത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുവാൻ കർത്താവെ, നീ ഞങ്ങൾക്കെല്ലാവർക്കും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന കേൾവി ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ. തിരുവചനം പറയുന്ന അടിയനെയും കേൾക്കുന്ന നിൻ്റെ മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. അഭിവന്യ തോമസ് സാമുവൽ തിരുമേനി, സ്നേഹമുള്ള ടി.ഒ. ഉമ്മനച്ചൻ, തോമസ് മാത്യു അച്ഛൻ, കൂടി വന്നിരിക്കുന്ന ദൈവജനമേ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3 മുതൽ 5 വരെ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യങ്ങൾ. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 5 വരെ. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. സ്നാനത്തെക്കുറിച്ച് വ്യത്യസ്ത പഠിപ്പിക്കലുകൾ നിലവിലിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ശിശുസ്നാനത്തെക്കുറിച്ച് അപ്പോസ്തല സഭകൾ പഠിപ്പിക്കുമ്പോൾ ആധുനിക പെന്തക്കോസ്ത് സഭാവിഭാഗങ്ങൾ മുതിർന്ന സ്നാനം അഥവാ വിശ്വാസ സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നാലും ഒരു സ്നാനം മാത്രമേ ഉള്ളൂ എന്ന് വേദപുസ്തകം അസന്നിഗ്ധമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. CSI സഭയിൽ തന്നെ ശിശുസ്നാനം കഴിപ്പിക്കുന്ന ആംഗ്ലിക്കൻ പാരമ്പര്യമുണ്ട്. എന്നാൽ മുതിർന്ന സ്നാനം പഠിപ്പിക്കുന്ന കോൺഗ്രിഗേഷണൽ സഭാവിഭാഗങ്ങളുമുണ്ട്. മുതിർന്ന സ്നാനമോ ശിശുസ്നാനമോ ഒരു സ്നാനം മാത്രമേ ഉള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിതത്തിൽ ഒരു സ്നാനം ആവശ്യമാണ്. ആദിമസഭയിൽ ശിശുസ്നാനം നിലവിലിരുന്നു എന്ന് ചരിത്രം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സഭാപിതാവായ ഒറിഗൻ ശിശുസ്നാനം ഒരു അപ്പോസ്തലിക നടപടിയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തളിച്ചോ മുക്കിയോ പച്ചവെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ ഒഴുക്കുവെള്ളത്തിലോ ഏതാണ് അവൈലബിൾ ആ വെള്ളം ഉപയോഗിക്കാമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആധുനിക കാലഘട്ടത്തിലാണ് സ്നാനത്തെക്കുറിച്ചുള്ള വിവിധ പഠിപ്പിക്കകൾ രൂപം പ്രാപിച്ചത്. സ്നാനത്തിൻ്റെ ആന്തരിക യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ എത്ര സ്നാനമെടുത്താലും പ്രയോജനമില്ല എന്ന് നമുക്കറിയാം. 3-4 സ്നാനമേറ്റ ആളുകളെ എനിക്ക് പരിചയമുണ്ട്. ഒരു സഭയിൽ നിന്ന് മാറി മറ്റൊരു സഭയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു സ്നാനം, അവിടെ നിന്ന് മാറിയും വേറൊരു സഭയിൽ ചെല്ലുമ്പോൾ അവിടെയും സ്നാനം. സ്നാനത്തിൻ്റെ പ്രാധാന്യവും സ്നാനത്തിൻ്റെ വിലയും പലപ്പോഴും തിരസ്കരിക്കപ്പെടുന്നു എന്നതിന് സംശയമൊന്നുമില്ല. മുന്നുസ്വാമി എന്ന് പറയുന്ന മനുഷ്യൻ സ്നാനപ്പെട്ടു.
പട്ടക്കാരൻ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പിടിച്ച് 3 പ്രാവശ്യം വെള്ളത്തിൽ മുക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളിപ്പോൾ സ്നാനപ്പെട്ടു, നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു, ക്രിസ്തുവിൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി തീർന്നു. ഇന്നു മുതൽ നിങ്ങളുടെ പേര് മുന്നുസ്വാമി എന്നല്ല, ജേക്കബ് എന്നാണ്. സ്നാനപ്പെട്ട ജേക്കബ് വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ ഫ്രിഡ്ജ് തുറന്നു. തൻ്റെ മദ്യക്കുപ്പികളെല്ലാം പുറത്തെടുത്ത് 3 പ്രാവശ്യം വെള്ളത്തിൽ മുക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ സ്നാനപ്പെട്ടു, നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിൽ നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാണ്. ഇന്നു മുതൽ നിങ്ങളുടെ പേര് ഫ്രൂട്ട് ജ്യൂസ് എന്നാണ്. സ്നാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ സ്നാനമെടുക്കുന്നത് അർത്ഥശൂന്യമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. നമ്മുടെ കർത്താവ് 2 കൂദാശകൾ സ്ഥാപിച്ചു. ഒന്ന് വിശുദ്ധ സ്നാനവും മറ്റത് കർത്താവിൻ്റെ അത്താഴം. എന്താണ് കൂദാശ അല്ലെങ്കിൽ സാക്രമെന്റ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. The visible sign of an invisible grace we receive from God. അകമേ അനുഭവിക്കുന്ന ദൈവകൃപയുടെ പുറമേയുള്ള അടയാളമാണ് സ്നാനം അല്ലെങ്കിൽ ഒരു സക്രമന്ത് എന്ന് പറയുന്നു. പുറമേയുള്ള അടയാളമെന്ന് പറയുന്നത് പട്ടക്കാരൻ കുഞ്ഞിനെ കൈകളിലെടുത്ത് വെള്ളം കോരി തലയിൽ ഒഴിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്ന് പറയുന്നതാണ് പുറമേയുള്ള അടയാളം. അകമേ പ്രാപിക്കുന്ന ദൈവകൃപയാണ് വളരെ പ്രധാനമെന്നത് നാം ഒരിക്കലും മറക്കരുത്. ഇപ്രകാരം പുറമേയുള്ള അടയാളം ചെയ്യുമ്പോൾ തന്നെ വിശ്വസ്തനായ ദൈവം തൻ്റെ രക്തത്താൽ ആ പൈതലിനെ കഴുകി വിശുദ്ധീകരിച്ച് ദൈവകൃപയുടെ കൂട്ടവകാശിയാക്കി തീർക്കുന്നു എന്നുള്ളതാണ് നാം അനുഭവിക്കുന്ന ആന്തരിക ദൈവകൃപ. സ്നാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് നാം സ്വീകരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ മക്കളായി തീരുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ബാപ്റ്റിസോ എന്ന വാക്കിൻ്റെ അർത്ഥം വാഷിംഗ് എന്നാണ്. കഴുകുക, കുളിക്കുക, ശുദ്ധീകരിക്കുക എന്ന അർത്ഥങ്ങളാണ് ബാപ്റ്റിസോ എന്ന പദത്തിന് ഉള്ളത്. പഴയ നിയമത്തിൽ ശുദ്ധീകരണ സ്നാനത്തെക്കുറിച്ച് പറയുന്നു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ യഹോവ മോശയോട്, നീ ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക, അവർ വസ്ത്രമലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ എന്ന് പറഞ്ഞു. ലേവ്യ പുസ്തകം 8-6 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, മോശ അഹരോനെ വെള്ളം കൊണ്ട് കഴുകി. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ പറയുന്നത്, പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല, ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. എബ്രായ ലേഖനകർത്താവ് രേഖപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. 9-ാം അധ്യായം 10-ാം വാക്യം, ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവ ജഡീക നിയമമത്രേ എന്ന്. അപ്പോൾ സ്നാനങ്ങൾ, ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ എന്നിവ ജഡീക നിയമമത്രേ എന്ന് എബ്രായ ലേഖനത്തിൽ പറയുകയാണ്. സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് പറയാതിരിക്കാനായിട്ട് നിവർത്തിയില്ല. യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനം അനേക ആളുകളും വാദിക്കുന്നുണ്ട്, യേശുക്രിസ്തു സ്നാനം ഏറ്റതുകൊണ്ട് നാമും സ്നാനമെടുക്കണം, മുതിർന്നു കഴിഞ്ഞ് സ്നാനമെടുക്കണമെന്നൊക്കെ പഠിപ്പിക്കാറുണ്ട്. കർത്താവിൻ്റെ വഴി ഒരുക്കുന്നതിനും യേശുവിൻ്റെ വരവിനെ പ്രഘോഷിക്കുന്നതിനും യോഹന്നാൻ നൽകിയ സ്നാനം യഹൂദ നിയമം അനുസരിച്ചുള്ള സ്നാനമായിരുന്നു. ധാർമ്മിക ജീവിതം അഥവാ വിശുദ്ധ ജീവിതം നയിക്കുവാൻ തീരുമാനിച്ചവരും
പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചവരുമാണ് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചത്. അത് മാനസാന്തര സ്നാനമാണ്. യേശു യോഹന്നാന്റെ സ്നാനം സ്വീകരിച്ചത് മാനസാന്തരത്തിനായിരുന്നില്ല എന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ പുത്രൻ പരിശുദ്ധനാണ്, പാപമെന്തെന്നറിഞ്ഞിട്ടില്ലാത്തവനാണ്. അതുകൊണ്ടൊരു മാനസാന്തര സ്നാനം യേശു കർത്താവിന് ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ട് കർത്താവ് യോഹന്നാൻ സ്നാപകനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ, താൻ പൂർണ്ണ മനുഷ്യനാണെന്ന് വെളിപ്പെടുത്തുന്നതിനായിരുന്നു എന്ന് നമുക്കറിയാം. താൻ പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നതിന്, ടു റിവീൽ ദാറ്റ് ഹീ ഈസ് എ കംപ്ലീറ്റ് മാൻ, ഓർ ടു ഐഡന്റിഫൈ ഹിംസെൽഫ് വിത്ത് ദ ഹ്യൂമാനിറ്റി. മനുഷ്യനോട് ഏകീഭവിക്കുന്നതിന്, താന് പൂർണ്ണ മനുഷ്യനാകുന്നു എന്ന് വെളിപ്പെടുത്തുന്നതിന് തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിങ്കൽ യേശു കർത്താവ് യോഹന്നാൻ സ്നാപകനിൽ നിന്ന് സ്നാനമിട്ടു. യേശു സ്നാനപ്പെടുവാനായിട്ട് യോഹന്നാന്റെ അടുക്കൽ ചെല്ലുമ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ വിലക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ അപ്പോൾ യേശു കർത്താവ് യോഹന്നാനോട് പറയുന്നത്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്കുചിതം എന്ന് ഉത്തരം പറഞ്ഞു. ജീസസ് അക്സെപ്റ്റ്സ് ബാപ്റ്റിസം ആസ് എ സിംബൽ ഓഫ് എൻറ്ററിങ് ഇൻ ടു ദി അനൗൺസ്മെന്റ് ഓഫ് ദ മെസ്സിയാനിക് ഏജ്. മശിയ യുഗത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ അടയാളമായിട്ടാണ് യേശു കർത്താവ് സ്നാനം സ്വീകരിച്ചത്. യോഹന്നാന്റെ സ്നാനം ക്രിസ്തീയ സ്നാനമല്ല. ഞാൻ സൂചിപ്പിച്ചല്ലോ, അത് യഹൂദ നിയമം അനുസരിച്ചുള്ള സ്നാനമായിരുന്നു. അതുകൊണ്ട് നാം ചിന്തിക്കണം, വാട്ട് ഈസ് എ ക്രിസ്ത്യൻ ബാപ്റ്റിസം? എന്താണ് ഒരു ക്രിസ്തീയ സ്നാനമെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. അതായത് ഒരുവൻ യേശുവിൻ്റെ ജീവിതാനുഭവങ്ങളോട്, അവൻ്റെ കഷ്ടാനുഭവത്തോടെ, അവൻ്റെ മരണത്തോട്, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനോട് താതാത്മ്യം പ്രാപിക്കുന്ന അനുഭവമാണ് സ്നാനം എന്നത് നാം ഒരിക്കലും മറക്കരുത്. ഞാൻ ഒന്നുകൂടെ പറയാം. ക്രിസ്തീയ സ്നാനമെന്ന് പറയുന്നത് ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിത അനുഭവങ്ങളോട്, അവൻ്റെ കഷ്ടതയോട്, അവൻ്റെ മരണത്തോട്, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനോട് താതാത്മ്യം പ്രാപിക്കുന്ന അനുഭവമാണ് ക്രിസ്തീയ സ്നാനം. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗങ്ങളിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ, ഒന്നാം പാഠമായി വായിച്ചത് ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. The baptism of the people at the ark. പെട്ടകത്തിലായിരുന്ന ജനങ്ങളുടെ സ്നാനം. 1 പത്രോസ് 3:20 പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് മുൻകുറി. ജഡശരീരത്തിൻ്റെ അഴുക്ക് കളയുന്ന ഒരു പ്രവൃത്തിയല്ല സ്നാനം. പ്രത്യുത യേശുവിൻ്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുന്നതാണ് സ്നാനം. പാപത്തിന് ക്രിസ്തുവിനോടുകൂടെ മരിച്ച് നീതിക്ക് യേശു ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവമാണ് ക്രിസ്തീയ സ്നാനം എന്നത് നാം ഒരിക്കലും മറക്കരുത്. ഇസ്രായേൽ ചെങ്കടൽ കടന്നതും സ്നാനത്തിൻ്റെ മുൻകുറിയായിട്ടാണ് വിശുദ്ധ പൗലോസ് വിവക്ഷിക്കുന്നത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നോഹയും കുടുംബവും വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചത് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു അത് സ്നാനത്തിൻ്റെ മുൻകുറിയാകുന്നു എന്ന്. ചെങ്കടലിലൂടെ ഇസ്രായേൽ മക്കൾ അക്കരെ കടന്നത് സ്നാനത്തിൻ്റെ മുൻകുറിയാകുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുകയാണ്. ചെങ്കടൽ കടന്ന ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് എന്നേക്കുമുള്ള വിമോചനം നേടിയെങ്കിൽ പുതിയ ഇസ്രായേലാകുന്ന ദൈവജനം സ്നാനത്തിലൂടെ സാത്താനിൽ നിന്ന് എന്നേക്കുമുള്ള വിമോചനം നേടി.
അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്, ബാപ്റ്റിസം എന്ന് പറയുന്നത് ഒരു ആത്മീയ ജനനമാണ്, എ സ്പിരിച്വൽ ബർത്ത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായിരുന്ന നിക്കോദിമോസ്, സൻഹെദ്രീൻ സംഘത്തിലെ ഒരംഗം, യേശുവിൻ്റെ അടക്കത്തിന് അരിമത്യ യോസഫിനോട് കൂടെ ചേർന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കൽ വന്നു. പുതുതായി ജനിക്കാതെ ആരും സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് യേശു കർത്താവ് അവനോട് പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആരായിരുന്നാലും, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, എത്ര വലിയ ദാനധർമ്മിയാണെങ്കിലും, ആരായിരുന്നാലും വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ഇവിടെ നിക്കോദിമോസിന് ഒരു സംശയം, എങ്ങനെയാണ് വീണ്ടും ജനിക്കുക? വൃദ്ധനായ ശേഷം അമ്മയുടെ ഉദരത്തിൽ കടന്ന് വീണ്ടും ജനിക്കാമോ എന്നുള്ള ഒരു സംശയമാണ് പണ്ഡിതനായ നിക്കോദിമോസ് യേശുവിൻ്റെ മുമ്പിൽ വെക്കുന്നത്. യേശു അവനോട് പറയുകയാണ്, ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. പ്രിയരെ, ഒരു മനുഷ്യന് 2 ജനനമുണ്ട്, ഫിസിക്കൽ ബർത്ത് ഓർ ബയോളജിക്കൽ ബർത്ത്, 2 സ്പിരിച്വൽ ബർത്ത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം അനോത്തേൻ എന്ന ഒരു പദമാണ്. അതിന് 2 അർത്ഥങ്ങളുണ്ട്. ബോൺ എനിയു എന്ന ഒരർത്ഥവും ബോൺ ഫ്രം എബവ് എന്ന ഒരർത്ഥവുമുണ്ട്. വീണ്ടും ജനിക്കുക അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് ജനിക്കുക എന്നീ അർത്ഥങ്ങളാണ് ഈ പദത്തിന് ഉള്ളത്. ഉയരത്തിൽ നിന്നുള്ള ജനനം പരിശുദ്ധാത്മാവിലുള്ള ജനനമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളോ ഉയരത്തിൽ നിന്നുള്ളവർ എന്ന് പറയുകയാണ്. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ഉള്ളവർ, ഉയരത്തിൽ നിന്ന് ജനിച്ചവർ. ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അവൻ ഉയരത്തിൽ നിന്ന് ജനിക്കുന്നു എന്ന സത്യം നാം ഒരിക്കലും മറക്കരുത്. ഒരുപക്ഷെ നാം പറയും, ഈ വീണ്ടും ജനനത്തിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ ജനിച്ചപ്പോൾ തന്നെ മാതാപിതാക്കൾ എന്നെ സ്നാനപ്പെടുത്തി, ഞാൻ സൺഡേ സ്കൂളിൽ പോയി, യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു, ഗായക സംഘത്തിലുണ്ടായിരുന്നു, ഇപ്പോൾ അൽമായ ഫെലോഷിപ്പിലുണ്ട്, പ്രാർത്ഥനകൾക്കെല്ലാം പോകുന്നുണ്ട്, ദൈവവചനം വായിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇനിയും എനിക്കൊരു വീണ്ടും ജനനം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, ഏതെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും യേശു കർത്താവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി. ഇല്ലെങ്കിൽ നാം യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷകനായി, വീണ്ടെടുപ്പുകാരനായി, എൻ്റെ കർത്താവായി, എൻ്റെ നാഥനായി വ്യക്തിപരമായി ഏറ്റെടുക്കുമ്പോഴാണ് ഞാനും നിങ്ങളും ഉയരത്തിൽ നിന്ന് ജനിക്കുന്നത് എന്നത് നാം ഒരിക്കലും മറക്കരുത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 23-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാണ്, യു ആർ ഫ്രം ബിലോ, ഐ ആം ഫ്രം എബവ്. യു ആർ ഓഫ് ദിസ് വേൾഡ്, ഐ ആം നോട്ട് ഓഫ് ദിസ് വേൾഡ്. നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ ഉയരത്തിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല എന്ന് യേശു കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, ഒരു ആത്മീയ ജനനം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമ്പോൾ നാം ഉയരത്തിൽ നിന്നുള്ളവരാണ് എന്നത് മറക്കരുത്. ആദിമസഭയുടെ സ്നാനപ്പഠിപ്പിക്ക വളരെ ശ്രദ്ധേയമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 38-ാം വാക്യം, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്ന്.
റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഞാൻ ഇന്ന് തുടക്കത്തിൽ വായിച്ചു കേൾപ്പിച്ച വാക്യങ്ങളാണ്. നിങ്ങൾ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ആത്മാവിലുള്ള ജനനത്തിൻ്റെ അടയാളമാണ് സ്നാനം. സ്നാനത്തിലൂടെ ഒരുവൻ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ ദൈവാത്മാവിനാൽ അവൻ പുതുതായി ജനിക്കുന്നു. മൂന്നാമതായി ഒരു സംഗതി കൂടെ പറഞ്ഞ് ഞാൻ അവസാനിക്കാം. പുട്ട് ഓൺ ദ ന്യൂ മാൻ. പുതിയ മനുഷ്യനെ ധരിക്കുക. സ്നാനം പുതിയ മനുഷ്യനെ ധരിക്കുന്നതാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. അവിടെ ക്രിസ്തുവിലുള്ള പുതിയ ജനനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവീൻ. ഉയരത്തിലുള്ളതിനായി കാക്ഷിക്കണമെങ്കിൽ ഉയരത്തിൽ നിന്ന് ജനിക്കണം. അത് വളരെ പ്രധാനമാണ്. പ്രിയരെ, നിങ്ങൾ സ്നാനപ്പെട്ടവരെങ്കിൽ നിങ്ങൾ വിണ്മയരാണ്. ഉയരത്തിലുള്ളത് ചിന്തിക്കണം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. കൊലോസ്യർ 3:9 പറയുന്നത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറയുകയാണ്. പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. 2 കൊരിന്ത്യർ 5:17 പൗലോസ് രേഖപ്പെടുത്തുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതാക്കപ്പെട്ടിരിക്കുന്നു എന്ന്. സ്നാനപ്പെട്ട വ്യക്തി രൂപാന്തരപ്പെട്ട അനുഭവത്തിൽ ജീവിക്കണം. അവൻ ജഡത്തിനുള്ളവനല്ല, ആത്മാവിനുള്ളത് ചിന്തിക്കുവാൻ സാധിക്കണം. അവസാനമായി, സ്നാനത്തിലൂടെ താഴെ പറയുന്ന അനുഭവങ്ങൾ ഒരുവന് ലഭിക്കുന്നു എന്നത് നാം ഓർത്തിരിക്കേണ്ടതാണ്. സ്നാനത്തിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ: 1, ജോയിൻസ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുകൂടെ ചേരുന്നു എന്നുള്ളതാണ്. സ്നാനപ്പെടുമ്പോൾ, സ്നാനത്തിലൂടെ ഞാനും നിങ്ങളും ക്രിസ്തുവിനോടുകൂടെ ചേർക്കപ്പെടുകയാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 27-ാം വാക്യത്തിൽ ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നാണ്. നമ്മൾ ഒരു ഷർട്ട് ഇടുമ്പോൾ, ഒരു പാൻ്റ് ഇടുമ്പോൾ, നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടെ രൂപത്തിന് ഒരു മാറ്റമുണ്ടാകുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നാം അതുപോലെ ക്രിസ്തുവിനെ ധരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അവൻ വസ്ത്രം ധരിക്കും പോലെ പ്രകാശം ധരിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. നാം പുതിയ മനുഷ്യനാകുന്ന യേശുവിനെ ധരിക്കണം. യേശുവിനെ ധരിക്കുന്നതാണ് സ്നാനമെന്ന് രേഖപ്പെടുത്തുന്നു. 2, ജോയിൻസ് വിത്ത് ദ ചർച്ച് ആൻഡ് ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ക്രിസ്തീയ സഭയോടും ക്രിസ്തീയ സമൂഹത്തോടും കൂടെ ചേരുന്നതാണ് സ്നാനം. അപ്പോസ്തലപ്രവൃത്തി 2:41 അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേര് അവനോട് ചേർന്നു എന്ന് പറയുകയാണ്. സഭയോട് ചേരുന്നതാണ്. സഭയെന്ന് പറയുമ്പോൾ CSI സഭയോട് ചേരുന്നതല്ല, മാർത്തോമാ സഭയോട് ചേരുന്നതല്ല, പെന്തക്കോസ്ത് സഭയോട് ചേരുന്നതല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേരുന്നതാണ്. അതാണ് സഭ. ആ സഭയുടെ തല ക്രിസ്തുവാണ്. അതിൻ്റെ അവയവങ്ങളാണ് യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും എന്നത് നാം എപ്പോഴും ഓർക്കണം. വീണ്ടും നാം ചിന്തിക്കുമ്പോൾ സ്നാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഭവം, become partakers in the death and resurrection of the Lord. ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളിൽ പങ്കാളികളായി തീരുന്നതാണ് സ്നാനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായിരിക്കുന്നു, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പങ്കാളികളായി തീർന്നിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിലൂടെ പാപമോചനം നമുക്ക് ലഭിക്കുന്നു. മാത്രവുമല്ല, പരിശുദ്ധാത്മാവെന്ന ദാനം
എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വാക്യമാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 38-ാം വാക്യം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ പാപമോചനം ലഭിക്കുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കുന്നതും സ്നാനത്തിലൂടെയാണ് എന്നത് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ദാസരായി തീരുവാൻ സ്നാനം നമ്മെ ശക്തിപ്പെടുത്തുന്നു, ദൈവിക ദൗത്യത്തിനായി നമ്മെ നിയോഗിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവാണ് എൻ്റെയും നിങ്ങളുടെയും അഭിഷേകം. Baptism empowers us to become the servant of God and God alone. Christening is nothing but commissioning us for God's mission. God's Spirit is the anointment എന്നത് നാം ഒരിക്കലും മറക്കരുത്. ഈ ആത്മാഭിഷേകത്തിലൂടെയാണ് ദൈവത്തിൻ്റെ വകയായി ഞാനും നിങ്ങളും തീരുന്നത്. വീണ്ടെടുപ്പ് നാളിനായി നാം മുദ്ര ഇടപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. യേശു പറഞ്ഞു, എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എന്ന്. എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്നാനമേറ്റവരായ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് ആ ആത്മാ അഭിഷേകത്തിൽ രൂപാന്തരപ്പെട്ട അനുഭവത്തിൽ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ പ്രിയരെ, സ്നാനമെന്ന് പറയുന്നത് ഒരു നിയോഗമാണ്. ഒരു നിയോഗം സ്വീകരിക്കലാണ് സ്നാനം. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ അറിയപ്പെടുന്നത് മഹാനിയോഗം എന്നാണ്, ഗ്രേറ്റ് കമ്മീഷൻ. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് പറയുകയാണ്. സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന നിയോഗമാണ് ശിഷ്യരാക്കുക, സ്നാനം കഴിപ്പിക്കുക, ഉപദേശിക്കുക എന്നുള്ളത്. അതാണ് ഇന്നും സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊരു വലിയ നിയോഗമായി നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവനിയോഗം ഏറ്റെടുക്കുന്നതിനുള്ള എംപവർമെൻ്റാണ്, ശക്തീകരണമാണ് സ്നാനമെന്നത് നാം എപ്പോഴും ഓർക്കണം. ദൗത്യമെന്ന് പറയുന്നത് ലിബറേറ്റിംഗ് ഓൾ ഫ്രം ദ ബോണ്ടേജ് ഓഫ് സിൻ, പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ജനത്തെ വീണ്ടെടുക്കുന്ന വലിയ വിമോചന പ്രക്രിയയാണ്. അത് നാം എപ്പോഴും ഓർത്തിരിക്കണം. ബാപ്റ്റിസം എന്ന് പറയുന്നത്, ഒരു ചിന്തകനായ മനുഷ്യൻ പറയുകയാണ്, ബാപ്റ്റിസം ഈസ് നോട്ട് to add numbers to members but to make disciples who work in Christ's principles. അംഗസംഖ്യ കൂട്ടുന്നതല്ല സ്നാനം, മറിച്ച് ക്രിസ്തുവിൻ്റെ തത്വങ്ങളിൽ അടിസ്ഥാനപ്പെട്ട് പ്രവർത്തിക്കുന്ന ശിഷ്യരെ രൂപപ്പെടുത്തുന്നതാണ് ബാപ്റ്റിസം എന്ന് പറയുകയാണ്. അതുകൊണ്ട് ബാപ്റ്റിസത്തിലൂടെ, അല്ലെങ്കിൽ വിശുദ്ധ ബപ്തിസ്മ എടുത്തവരായ ഞാനും നിങ്ങളും ഒരു സമൂല പരിവർത്തനത്തിന്, രൂപാന്തരത്തിന് വിധേയരാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കൽ ഒരു വലിയ വ്യവസായ പ്രമുഖൻ ദൈവവചനം കേട്ട് രൂപാന്തരപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, സ്നാനമെടുക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അദ്ദേഹത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പട്ടക്കാരൻ വെള്ളത്തിലിറക്കി സ്നാനപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേഴ്സ് വെള്ളത്തിലേക്ക് തെറിച്ചു വീണു. ഇത് കണ്ടുകൊണ്ട് മുകളിൽ നിന്നിരുന്ന പേരക്കുട്ടി വിളിച്ചു പറഞ്ഞു, പപ്പായുടെ പേഴ്സും സ്നാനപ്പെട്ടു എന്ന്. അനേകം ആളുകൾ സ്നാനപ്പെടാറുണ്ട്, പക്ഷേ പേഴ്സ് സ്നാനപ്പെടാറില്ല, രൂപാന്തരപ്പെടാറില്ല. അതുകൊണ്ട് ഇന്നെനിക്ക് പറയാനായിട്ടുള്ളത്, സ്നാനമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സമൂലമായ ഒരു പരിവർത്തനത്തിന് മുഖാന്തരമായി തീരണം. നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് രൂപാന്തരമുണ്ടാകണം, നമ്മുടെ ചിന്തകൾക്ക് രൂപാന്തരമുണ്ടാകണം, നമ്മുടെ വികാരങ്ങൾക്ക് രൂപാന്തരമുണ്ടാകണം, നമ്മുടെ സംസാരത്തിന് രൂപാന്തരമുണ്ടാകണം. രൂപാന്തരമില്ലാത്ത ക്രിസ്ത്യാനിയെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ക്രൈസ്തവ സഭ എന്നതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് മാനസാന്തരം പ്രസംഗിക്കപ്പെടേണ്ടത് ക്രൈസ്തവ സഭയിലാണ്.
ഇന്ന് രൂപപ്പെടേണ്ടത് ക്രിസ്ത്യാനികളാണ്. പ്രിയമുള്ളവരെ, യേശു കർത്താവിൻ്റെ വചനം അനുസരിച്ച് സമൂലമായ പരിവർത്തനത്തിന് വിധേയരാകാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് പ്രയോജനമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സ്നാനത്തിലൂടെ യേശു കർത്താവിൻ്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിച്ചവരായ ഞാനും നിങ്ങളും ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് ഈ ലോകത്തിൽ വീണ്ടും ജനനാനുഭവത്തിൽ ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ മരണത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും ഏകീഭവിക്കുന്ന അനുഭവമാണ് സ്നാനമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സ്നാനത്തിലൂടെ ഞങ്ങൾ ക്രിസ്തുവിനോട് ചേർക്കപ്പെടുകയാണ്. ഒരു സമൂല പരിവർത്തനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണമേ. ഒരു വീണ്ടും ജനന അനുഭവം ഞങ്ങൾക്ക് തരണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണം കർത്താവേ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ, അവിടുത്തെ വരവിനെ നോക്കിപ്പാർത്ത് ജീവിക്കുന്നതിനും ദിനംതോറും പുതുക്കപ്പെടുന്നതിനും തിരുമേനി സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.